നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് സർക്കാരിന് ഒരേ സമയം ഗുണവും നഷ്ടവും ഉണ്ടായ ഒരു ദിവസമാണ് കോടതി ഇന്നല്ലേ? അതെ, അതിനൊപ്പം തന്നെ നിയമസഭാ സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ ദിവസം പിണറായി എന്തിനാ ഇപ്പൊ നിയമസഭ അവസാനിപ്പിക്കാൻ? അതല്ല, ബജറ്റ് സമ്മേളനം കഴിഞ്ഞിട്ടുള്ള ചർച്ചകളല്ലായിരുന്നു. അത് കുറെ ഗ്യാപ്പ് വന്നായിരുന്നു, ആ ഇടയ്ക്ക് വെച്ച് ഗ്യാപ്പ് വന്നു. അപ്പൊ ഇന്നത്തോടെ തീർന്നു. ഇന്ന് ഫോട്ടോ എടുത്ത് പിരിയേണ്ട ദിവസമാണ്. ഫോട്ടോ ഒന്നും എടുത്തില്ല. പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നാലും. പ്രതിപക്ഷ നേതാവില്ലായിരുന്നു, അതുപോലെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഇന്ന് കെ ബാബു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പുള്ളി ഇനിയില്ലല്ലോ. ഇല്ല. അപ്പൊ പുള്ളി നിയമസഭയിൽ സംസാരിക്കുന്നത് ഇങ്ങനെ ടി വി ചാനലിൽ കാണുകയുണ്ടായി. അപ്പം ഹൈക്കോടതിയിൽ നിന്ന് ഒരു തല്ലും സുപ്രീം കോടതി ഒരു തലോടലും ലഭിച്ചിരിക്കുന്നു. അപ്പം സുപ്രീം കോടതിയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സുപ്രീം കോടതിയിലെ നവകേരള സർവേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞിരുന്നു. ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ചീഫ് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. അതിന്റെ അപ്പീൽ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതി വളരെ പോസിറ്റീവായിട്ട് സർക്കാരിനോട് പറഞ്ഞല്ലേ, സർക്കാരിന്റെ കാര്യമാണ്. അതെ, അത് തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതി വളരെ രൂക്ഷമായി വിമർശിച്ച ഒരു സംഭവമാണ്. ഈ നവകേരള സർവേക്ക് പാർട്ടിക്കാരെ ഉപയോഗിക്കുന്നു, അത് സർക്കാരിന്റെ പേറോളിൽ നിന്ന് പൈസ കൊടുക്കുന്നു. സുപ്രീം കോടതിക്ക് പിന്നെ എന്താണോ ഇതൊന്നും അതിന്റെ ഗൗരവത്തിലേക്കൊന്നും കാണത്തില്ല. കാരണം എടുത്തപ്പോഴേ സുപ്രീം കോടതി പക്ഷേ സർക്കാരിന് അനുകൂലമായാണ് അടിച്ചത്. അത് എന്തായിരിക്കും സുപ്രീം കോടതിയോടുള്ള പ്രേ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. ഇത് സ്റ്റേ ആണോ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതോ ഇത് തുടരാനുള്ള അനുമതിയാണോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. മാത്രം ഇത് എപ്പോഴും ഈ തന്ത്രിയുടെ കേസുണ്ടല്ലോ, തന്ത്രിക്ക് ജാമ്യം കൊടുത്തു. തന്ത്രിക്ക് ജാമ്യം കൊടുത്തതിനെതിരെ അപ്പീൽ കൊടുക്കുകയാണല്ലോ സാധാരണ രീതി. അതെ, അതിന് സർക്കാരിന് പേടിയാണ്, ഈ അന്വേഷണ സംഘത്തിന് പേടിയാണ്. കാരണം ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലാണ് ചെല്ലുന്നത്. ഈ ജസ്റ്റിസ് ബദറുദ്ദീന് ഈ അന്വേഷണ സംഘത്തിന്റെ പോക്ക് ശരിയല്ലെന്ന അഭിപ്രായമുള്ള ആളാണ്, സ്ഥിരമായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ വളഞ്ഞ വഴിയിലൂടെ ഈ ദേവസ്വം ബെഞ്ചിൽ എത്തിച്ച്, ദേവസ്വം ബെഞ്ച് ആണല്ലോ ഇവരെ മോണിറ്റർ ചെയ്യുന്നത്. ദേവസ്വം ബെഞ്ച് ഇവരെ നിയമിച്ചതും ഓടിച്ചതൊക്കെയാണ്. അതുകൊണ്ട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും അവർക്ക്. ദേവസ്വം ബെഞ്ചിന് SIT കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുള്ള അഭിപ്രായമാണുള്ളത്. അത് മാത്രമല്ല, SIT അവരാണല്ലോ നിയോഗിച്ചത്, അവർ കസ്റ്റോഡിയനാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇവർക്ക് നേരിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഇത് ജാമ്യം കിട്ടിയോ. അപ്പൊ അവരിപ്പോൾ ചെയ്യുന്നൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ, ഈ ജാമ്യത്തിനെതിരെ പോകുന്നില്ല, നേരെ മറിച്ച് ജാമ്യം കൊടുത്തുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ദേവസ്വം ബെഞ്ചിന് പോകാൻ ശ്രമിക്കും. അതിനും വകുപ്പുണ്ടോ ദേവസ്വം ബെഞ്ചിലേക്ക്, ഡിവിഷൻ ബെഞ്ചിലേക്ക് നേരിട്ട് പോകാമെന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ട്. ഈ പരാമർശം നീക്കം ചെയ്യാൻ ഇപ്പം വിചാരണ കോടതി അല്ലല്ലോ, വിജിലൻസ് കോടതിയല്ലേ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തത്? വിജിലൻസ് കോടതിയാണല്ലോ വിചാരണ കോടതി. കൊല്ലം വിചാരണ കോടതിയാണ് ജാമ്യം കൊടുത്തത്. അപ്പോൾ ആ ജാമ്യം കൊടുത്തതിൽ അതിന്റെ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ പോകാൻ പറ്റുമോ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനെയുണ്ട്. അത് ദേവസ്വം ബെഞ്ചിന്റെ പരിധിയിലായിരിക്കത്തില്ല. ആയിരിക്കത്തില്ല. ദേവസ്വം ബെഞ്ച് പരിധിയിൽ വരുന്നത് ദേവസ്വവുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ മോണിറ്ററിംഗ് മാത്രമാണ്. ഈ ഹർജി എങ്ങനെ ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് പോസ്റ്റ് ചെയ്യും? അവരായാലും ചർച്ചയാണ്, നിയമോപദേശമൊക്കെ തേടിയിരിക്കുന്നവർ. ഇവരുടെ എല്ലാം കാര്യം അങ്ങനെയാണ്, നിയമോപദേശം തേടുക എന്നുള്ളതാണ് ഇവരുടെ രീതി. അതെ, അത് നീക്കിയില്ലേ വലിയ പ്രശ്നമാണ്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത സംഭവം തന്നെയാണ്. ഇത് ഗൗരവമൊരു വിഷയമാണ്. ഇന്നും നിയമസഭ ഇത് തന്നെയായിരുന്നു പ്രശ്നം. വലിയ ഗൗരവ വിഷയമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഈ അന്വേഷണ സംഘവും സർക്കാരും പോലീസും എല്ലാവരും ഒരുമിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കാം തന്ത്രിക്ക് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെടാൻ പതിയെ സ്ലോയിലാണ്. നമ്മുടെ ജി സുധാകരൻ്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് മാതൃഭൂമിയുടെ ഓൺലൈൻ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പണ്ട് തന്ത്രിമാരുടെ ആസനത്തിൽ കുന്തം കുത്തണമെന്ന് പറഞ്ഞ് ഒരു പരാമർശം ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് പിണറായി അദ്ദേഹത്തെ വിളിച്ച് ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഷൗട്ട് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം ഗുരുവായൂരിൽ വെച്ച് ഈ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കും. അതിന് പുള്ളി കാരണം പറയുന്നത്, ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം മറ്റു മതസ്ഥരായിട്ടുള്ള പ്രീസ്റ്റ്സ് എല്ലാം, പുരോഹിതന്മാരെല്ലാം ശരീരം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രമാണ് ധരിക്കുന്നത്. ഹിന്ദുക്കളെ മാത്രം അല്പവസ്ത്രം ധരിച്ചിട്ട് ഇവർ അണ്ടർവെയർ പോലും ഇടാതെ കുളത്തിൽ പോയി കുളിച്ചിട്ട് നനഞ്ഞു വന്ന് നിൽക്കും. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത് കാണേണ്ട കാര്യമില്ല, പിന്നെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ വേണേൽ കണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അതിനെ തന്ത്രി സമാജം അടക്കം എതിർക്കുകയും വ്യാപകമായിട്ടുള്ള. അപ്പോൾ അന്ന് പിണറായി ഇദ്ദേഹത്തെ വിളിച്ച് ശാസിച്ചു. അതിനെ തുടർന്ന് പിണറായി പറഞ്ഞ പ്രകാരം അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചു. അതിനുശേഷം തന്ത്രികളുമായിട്ട് ഞങ്ങൾ നല്ല അടുപ്പമാണ്. അതിനൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ ശബരിമല തന്ത്രിയെ കുടുക്കിയതാണെങ്കിൽ അദ്ദേഹം SITക്കെതിരെ കോടതിയെ സമീപിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കേണ്ടി വരും. അതുപോലെ ഈ പിടിപ്പുകേട് എല്ലാക്കുറിച്ചും വിശദമായിട്ട് കൂടി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു എളുപ്പവഴിയായിരിക്കും നോക്കുന്നത്. അങ്ങനെ ഒരു ശ്രമമായിരിക്കും ഒരു പക്ഷേ സുപ്രീം കോടതി നടത്തിയത്. എന്തായാലും സർക്കാരിന് ഒരു ചെറിയ ആശ്വാസമായി നവകേരള സർവേ തുടരാൻ പറഞ്ഞത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനകത്ത് കൊണ്ട് വ്യക്തത വരാനുണ്ട്. വ്യക്തതയുണ്ട്. കേസ് ഡേറ്റ് മാറ്റി വെച്ചതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ സാധാരണ ചെയ്യുന്നത് തന്നെ ചെയ്തിരിക്കുന്നത്. തൽക്കാലം അത് സ്റ്റേ ഇതിന്റെ മെയിൻ ഹർജി ഇത് കോടതി വാദത്തിനെടുക്കുകയും
ചെയ്യുന്നത് പിന്നാലെ ആയിരിക്കും. ഇനി അതേസമയം ഏറ്റവും വലിയ തിരിച്ചടിയായി വന്നിരിക്കുന്നത് ഹൈക്കോടതിയിലെ ഇതാണ് പരാമർശമാണ്. അത് ഈയിടെയായിട്ട് ഹൈക്കോടതി എടുത്തിട്ട് അലക്കുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു മലയാളി അല്ല ചീഫ് ജസ്റ്റിസ്, അല്ല. ഈ അടുത്ത കാലത്തുണ്ടായ ചീഫ് ജസ്റ്റിസുമാരും തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹം വളരെ സ്വതന്ത്രമായി തന്നെ നിലപാടെടുക്കുകയും പറയുകയും ഇന്നെന്നാ സംഭവിച്ചത്. ഇന്ന് ബെച്ചുകുര്യൻ തോമസിന്റെ ബെഞ്ചിലായിരുന്നു ചെന്നിരിക്കുന്നത്. ജസ്റ്റിസ് ബെച്ചുകുര്യൻ എന്തായിരുന്നു ഇന്ന് സംഭവിച്ചത്? അപ്പൊ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും ഇത് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ ഡാറ്റ ചോർത്തിയത്, അതുപോലെ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പാടുണ്ടോ, ഇത് ഈ ഉദാഹരണ ജീവനക്കാരുടെ സ്വകാര്യതയുടെ ലംഘനമാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഇനി തൽക്കാലത്തേക്കൊന്നും അയക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും ഒന്നും അയക്കാൻ പാടില്ല, ഇത് തൽക്കാലത്തേക്ക് നിങ്ങൾ നിർത്തിവെക്കാനാണ്. ഒരു കാര്യം ഓർക്കണം, ഏതാണ്ട് 1 കോടി ആളുകൾക്ക് അയച്ചു കഴിഞ്ഞു. അതെ, സർക്കാർ. അപ്പോൾ ഈ സർക്കാർ പറഞ്ഞ സർക്കാരിന്റെ ബെനിഫിറ്റ് കിട്ടിയവർക്ക് അയക്കുന്ന വാദം, സർക്കാരിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഒരു പിന്നെ അത് പക്ഷേ ഇതല്ല വന്നിരിക്കുന്നത്. ഇത് ഇവര് ഇപ്പം ഇട്ടിരിക്കുന്നത് ഓരോരുത്തർക്കും വ്യത്യസ്ത സാധനമാണ്. സർക്കാർ ജീവനക്കാർക്ക് എന്നിരിക്കുന്നത് അവരുടെ DA കുടിശ്ശിക കൊടുത്തതും ശമ്പളം അതാ വ്യത്യസ്തമാണ്. ഓരോരുത്തരും പേര് സഹിതമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നേരെ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നും പറഞ്ഞാണ് വന്നിരിക്കുന്നത്. CM ഓഫീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഡാറ്റ അവിടെ കിട്ടി? അതാണ് ഇപ്പൊ സ്പാർക്കിലെ വിവരം എടുത്താണ് പെൻഷൻകാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അയച്ചിരിക്കുന്നത്. അതെ, അതാണ് ഇപ്പൊ കേസായിരിക്കുന്നത്. അതിലാണ് കോടതി ചൂടായിരിക്കുന്നത്. പക്ഷേ ലൈഫ് മിഷൻ വീട് കിട്ടിയവരെ അല്ലെങ്കിൽ കാരുണ്യ വഴി ഫണ്ട് കിട്ടിയവരുണ്ടല്ലോ. നമുക്ക് അതിനകത്ത് വേറെ കാര്യമാണ്. നമ്മളിപ്പോൾ റവന്യൂ ആണെങ്കിലും ശരി, പഞ്ചായത്ത് വകുപ്പ് ആണെങ്കിലും ശരി, ഇപ്പോൾ എല്ലാം ഓൺലൈൻ ആണല്ലോ. നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ കരം അടയ്ക്കണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വേണം, വില്ലേജിൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വേണം. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അവിടെ റെക്കോർഡഡ് ആണ്. അതെ, ആ ഫോൺ നമ്പർ ഇവർക്ക് ഉപയോഗിക്കാൻ അധികാരമില്ല. നമ്മൾ ഒരിടത്ത് കൊടുക്കുന്ന എന്ത് ആവശ്യത്തിനാണോ ആ ആവശ്യത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാരുണ്യ ഫണ്ട് കൈപ്പറ്റിയ 40 ലക്ഷം പേര് വരും. അത് ഭൂരിപക്ഷം വരും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു, ഇവരുടെ കാലത്തല്ല. അവർക്കെല്ലാം മെസ്സേജ് വന്നു. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒരു സംരംഭം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കണം, GST എടുക്കണം, അത് വേണം. അപ്പം അവർക്കെല്ലാം വന്നിരിക്കുകയാണ്. അല്ല, ഈ ഹൈക്കോടതി ചോദിച്ച റെലവൻ്റ് ആയി ചോദിച്ചത് ഹൂ ഇസ് ദ അഡ്മിൻ ഓഫ് ദിസ് വാട്സപ്പ് ഗ്രൂപ്പ്. ഈ വാട്സപ്പ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുള്ള ഈ വാട്സപ്പ് മെസ്സേജുകളുടെ അഡ്മിൻ ആരാണെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു അഡ്മിൻ മാത്രം തീരുന്നല്ല, ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കയക്കുമല്ലേ. അതും ഗ്രൂപ്പ് മെസ്സേജിങ് ആയിരിക്കുമല്ലോ. അപ്പം നമുക്കിപ്പോൾ ഇതൊരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെയാണ് ഈ സംഭവം. എങ്ങനെയാണോ ഇതെന്തായാലും സോഫ്റ്റ്വെയർ വെച്ചുള്ള പണികളാണ്. എന്തായാലും മനുഷ്യന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. നമ്മൾ ആരും സുരക്ഷിതരല്ല എന്നുള്ള സന്ദേശമാണ് സുപ്രീം കോടതി, അതിൽ ഹൈക്കോടതി അതിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഈ ഇടപെടൽ വാസ്തവത്തിൽ പിണറായിക്ക് വലിയ ക്ഷീണമായി മാറും. കാരണം ഇത് ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. സൈബർ നിയമം അനുസരിച്ച് നമുക്ക് ഈ ഡാറ്റ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നമ്മളോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തിനും മറുപടി പറയേണ്ടി വരും, നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടി വരാം. അത് മാത്രമല്ല, ഇതിനകത്തൊരു സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഒന്നാമതേ അവർക്ക് ഭയമാണല്ലോ. ഒരു നിരീക്ഷണ വലയത്തിലാണ് അവർ നിൽക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ഉറപ്പായില്ലേ. അതെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലോട്ടൊന്ന് വിളിച്ചു നോക്കി, അവർ സംസാരിക്കത്തില്ല. പണ്ട് ഇതല്ല സ്ഥിതി. പണ്ട് നമുക്കൊരു ഫോൺ കോളിൽ നമ്മുടെ സംശയം ദൂരീകരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു ഫോൺ വിളിച്ചാൽ അവരെടുക്കത്തില്ല, എടുത്ത് സംസാരിച്ചാൽ നമ്മുടെ കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലരും ഈ വാട്സപ്പ് കോളിൽ വിളിക്കുന്നത്. അങ്ങനെ വാട്സപ്പ് കോളിൽ വിളിച്ചാൽ പഴയ സുജിത് ദാസ് എന്ന് പറയുന്ന SP അറിയാം, PV അൻവറിന്റെ മരം മുറിച്ച സംഭവത്തിൽ. പക്ഷേ അൻവർ അതിനേക്കായി വിളവനായിരുന്നു. അടുത്ത ഫോണിൽ പുള്ളി ഇത് റെക്കോർഡ് ചെയ്തിട്ടു. എന്നിട്ട് അദ്ദേഹം അത് പുറത്ത് വിടുകയും ചെയ്തു. അപ്പോൾ ഒരു ഡാറ്റയും സുരക്ഷിതമല്ല. ഒരു ഡാറ്റയും സുരക്ഷിതം. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് നമ്മൾ എവിടെ സഞ്ചരിക്കും എന്നുള്ളത് ഈസി ആയിട്ട് അറിയത്തില്ല. ലൊക്കേഷൻ ഓഫ് ആക്കിയിട്ടാൽ മതി. ലൊക്കേഷൻ ഓഫ് ആക്കുക, അല്ലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ അറിയാൻ പറ്റും. ലൊക്കേഷൻ ഓഫ് ആക്കിയിട്ടാൽ മതി. ലൊക്കേഷൻ ഓഫ് ആയില്ലെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. പറ്റും, പോലീസിന് ടവർ ലൊക്കേഷൻ വെച്ച് അവർക്ക് എടുക്കാൻ പറ്റും. അല്ല, ലൊക്കേഷൻ വെച്ച് നമ്മൾ പോയാൽ എല്ലാം കണ്ടെത്താൻ പറ്റും. ലൊക്കേഷൻ ഓഫ് അല്ലെങ്കിലുള്ള കുഴപ്പം നമ്മൾ അത് തന്നെ. ഇപ്പൊ ഗൂഗിൾ ആണെങ്കിലും നമുക്ക് തിരിച്ചു തരും നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ പിന്നെ മെയിലിലേക്ക് ഗൂഗിൾ നിങ്ങളുടെ കഴിഞ്ഞ ഒരു മാസത്തെ ഡാറ്റ ആക്ടിവിറ്റി, നിങ്ങളുടെ സഞ്ചാര ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങൾ പോയ സ്പോട്ടല്ല അതിനകത്ത് കാണിക്കുന്നുണ്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും സർക്കാരിന് ഒരു തിരിച്ചടിയായിരിക്കുന്ന ഒരു സംഭവം മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. പ്രധാനപ്പെട്ട വിഷയം റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇപ്പം ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടറിൻ്റെ? റിപ്പോർട്ടർ ചാനൽ ഇപ്പം നമുക്കറിയാലോ, റിപ്പോർട്ടർ ചാനലിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള രീതികൾ, അവർ വ്യവഹാരം കൊണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെ നീങ്ങിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കെതിരായ വാർത്തകൾ നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവരിപ്പം നമ്മുടെ കിറ്റക് സാബുവിനെ കയറി ഞോണ്ടാൻ പോയതോടെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ച്
ഇതിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചൊരു കേസ് ഫയൽ ചെയ്തു. ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പലതും എനിക്ക് ആവർത്തന വിരസതയുടെ ഒരു ഫീലുണ്ട്. പക്ഷെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ശരിയാ, ഒരു പരിധി വരെ. കാരണം തട്ടിപ്പ് മാത്രമായി ജീവിച്ചിരുന്ന ഒരു സംഘം, ആ സംഘം അവരുടെ തട്ടിപ്പിൻ്റെ പീക്കിലേക്ക് എത്തുന്നു. പക്ഷെ അവർക്കൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ഈ പണ്ടാണെങ്കിൽ ഈ തട്ടിപ്പ് നടത്തിയാൽ നമ്മൾ പത്രങ്ങൾക്ക് പരസ്യം കൊടുത്താൽ, ചാനലുകൾക്ക് പരസ്യം കൊടുത്താൽ ആരും അറിയത്തില്ലായിരുന്നു. പക്ഷെ മറുനാടനെ പോലുള്ള മാധ്യമങ്ങളുള്ളത് കാരണം ഇപ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വാർത്തയായിട്ട് വരും. എന്ന് മാത്രമല്ല, ഇവരുടെ മുട്ടിൽ മരം മുറി എല്ലാ ചാനലുകളും പത്രങ്ങൾ ഏറ്റെടുക്കുന്നു. മാംഗോ ഫോൺ ആരും ഏറ്റെടുത്തില്ല, നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് വന്നതോടുകൂടി ഇവരൊരു തീരുമാനം ഉണ്ടാക്കുന്നു, എന്തായാലും തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുന്നുണ്ട്, ഒരു ചാനൽ അങ്ങ് മേടിച്ചേക്കാം. ആ സമയത്താണ് നികേഷ് കുമാർ ആരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടി കുത്തുവാള എടുത്തിരിക്കുക. എന്ന് വെച്ചാൽ നികേഷ് കഴിഞ്ഞ തവണ ഇലക്ഷൻ 2016 ഇലക്ഷൻ മത്സരിക്കാൻ, 2016 പോയത്, 2016 ഇലക്ഷൻ മത്സരിക്കാൻ പോയ അന്ന് മുതൽ ഗതികെട്ട അവസ്ഥയില്ല. കാരണം പിന്നെ കിണറേഷൻ എന്നുള്ള പേരും വന്നു. പുള്ളി കിണറ്റിൽ ഇറങ്ങിയിട്ട് കുറെ നാൾ തിരിച്ചു വരാതിരിക്കും. ആ കിണറേഷൻ എന്ന പേരും വന്നു. ഈ ചാനൽ ആർക്കും വേണ്ടാതായി. അവിടെ പോകുന്നവർക്കൊക്കെ വാർത്ത വയ്ക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെ, ആ പരിസരത്തോട് പോയാൽ ആർക്കും വാർത്ത വായിക്കാം. ആകാശവാണി ഡൽഹി നിലയത്തിൽ അങ്ങനെ ആര് പോയാലും മലയാളം പറഞ്ഞുകൊണ്ട് അപ്പൊ പിടിച്ച് വാർത്ത വായിക്കും. ഈ സ്ഥിതിയിലേക്ക് വന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ ഈ ചാനൽ പോയി ഈ വലിയ തുകയ്ക്ക്, അതായത് എല്ലാ ബാധ്യതയും, നമ്മുടെ ആ തൊടുപുഴക്കാരി ലാലിയ CP മാത്യു എന്ന് പറയുന്ന DCC പ്രസിഡന്റിന്റെ ഭാര്യ. അപ്പം ലാലിയയാണ് യഥാർത്ഥത്തിൽ അതിലേറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അതെ, ആ ലാലിയയുടെ ഫണ്ടൊക്കെ കൊടുത്തു. ഞാൻ ലാലിയോട് സംസാരിച്ചു. ലാലിയ പറഞ്ഞു എനിക്ക് മുഴുവൻ കാശ് തന്നു. ലാലിയ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കേസുണ്ടായിരുന്നു, ട്രിബ്യൂണലുണ്ടായിരുന്നു. അല്ലാതെ വഞ്ചന വ്യാജരേഖയുടെ കേസുണ്ടായിരുന്നു. ഇയാളും റാണിയുമാണ്. അപ്പൊ ഈ ലാലിയയുടെ കേസ് വരെ സെറ്റിൽ ചെയ്തിട്ട് ഇവര് മേടിച്ച് ഇയാളെ കൊണ്ടുവന്നതോടുകൂടിയാണ് ജാതകം തെളിയുന്നത് അരുൺകുമാർ. കാരണം ആദ്യമായി നമ്മുടെ ചാനൽ യുദ്ധത്തിനിടയിൽ വലിയ ശമ്പളം 10 ലക്ഷം രൂപയായിരുന്നു. അന്ന് ഇതാരും ആഘോഷിച്ചില്ല. 10 ലക്ഷം ആഘോഷിക്കുന്നത്. അത് നമ്മൾ വെളിവിട്ടതുകൊണ്ട് അല്ലെ, ആരും അറിയത്തില്ല. ഈ 10 ലക്ഷം രൂപയാണ് ശമ്പളമെന്ന് വിവരം നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ലോകം അറിയുന്നത്. അപ്പം അങ്ങനെ ഈ അരുണിനെ വന്നു. അവർ അത്യാവശ്യം കൊള്ളാവുന്ന ടീമിനെ എടുത്തു. അവർ നന്നായി ഉയർത്തിക്കൊണ്ടുവന്നു. അത് അരുണിൻ്റെ ക്വാളിറ്റി നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഹാർഡ് വർക്കും അരുണിൻ്റെ ഒരു ഡെഡിക്കേഷനും സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്തും അത് വെച്ചാൽ വ്യാജ വാർത്ത, അതായത് വാർത്ത ആക്കുന്നതിൽ തെറ്റില്ല, അത് ഓവർ സെൻസേഷനലൈസ് ചെയ്യുന്ന ഒരു വശത്ത്, മറുവശത്ത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി കള്ളക്കഥ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെല്ലാം വൃത്തിയാണ് കാണിച്ചത്. അത് നമുക്ക് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ പ്രോട്ടോകോൾ അനുസരിച്ച്, അല്ല റാങ്ക് അനുസരിച്ച് താഴത്തെ SI തൊട്ട് മുകളിലുള്ള SP, DGPയുടെ പേര് ഏതായാലും വന്നില്ല, SP വരെ വന്നു. ഇത്രയും പേര് ഒരു സ്ത്രീയെ മാറി ബലാത്സംഗം, അതെല്ലാം പരാതി പറയാൻ പോയതാ. അതെല്ലാം ഒരിടത്ത് ഇപ്പം SI പീഡിപ്പിച്ച പരാതി പറയാം, CI എടുത്തത് CI പീഡിപ്പിച്ചത് പറയാം. അപ്പോഴാണ് അവിടുത്തെ ഇത് യഥാർത്ഥ വിഷയം എന്താണ്, ബെന്നി എന്ന് പറയുന്ന ഒരു ഡിവൈസ്, അദ്ദേഹമാണ് മുട്ടിൽ മരമ്പുറ കേസിൽ ഇവരെ കുടുക്കിയത്. അയാളുടെ റിപ്പോർട്ടിലാണ് ഇപ്പോഴും അവർ പെട്ടുകിടക്കുന്നത്. അതായത് എപ്പോഴും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ ചാനൽ തുടങ്ങിയപ്പോൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, ചാനൽ എന്ന നിലയിൽ പ്രിവിലേജ് ഉണ്ട്. അതെ. 2, ഇവർ അരുണിനെ പോലെ ഒരാളെ കൊണ്ടുവച്ച് ഇത് റേറ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ അവർക്കെല്ലാം പറയാം. 3, സർക്കാരുമായി അടുപ്പത്തിലായി. കാരണം CPM വേണ്ടിയും ഈ സർക്കാരിന് വേണ്ടിയും വാദം തുടങ്ങിയതോടെ സർക്കാർ ഇവർക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു. ഞാനുള്ളത് പറയാമല്ലോ, സുജയ പാർവതി റിപ്പോർട്ടറിലേക്ക് ജോയിൻ ചെയ്യാൻ നേരത്തെ ഞാനും സുജയൻ തമ്മിൽ നല്ല ബന്ധമാണ്. ഞാൻ ചോദിച്ചു, സുജയ ഇത് ശരിയാവുമെന്ന് ചോദിച്ചു. അന്ന് എന്നോട് സുജയ പറഞ്ഞു, അപ്പോൾ അത് വല്ലാത്തൊരു ഗ്രൂപ്പല്ലേ. അപ്പോൾ സുജയ എന്നോട് പറഞ്ഞ കാര്യം അന്ന് പറഞ്ഞ് എന്നോട് ഗോകുലം ഗോപാലേട്ടൻ പറഞ്ഞു പോയി ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തു. ഓർക്കണം, ഗോകുലം ഗോപാല ഉടമസ്ഥാവകാശം 24 കിടക്കുമ്പോഴാണ് ഇവിടെ വരുന്നത്. അത് പുള്ളിയെ പെടുത്തി കൊണ്ടുപോയെന്ന് പിന്നെ നമ്മൾ ആയിരിക്കണം. അപ്പം ഗോകുലം ഗോപാലേട്ടൻ പറഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ മുട്ടുമലമ്പരങ്ങളുടെ കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം ശരിയാക്കുന്ന ആ സർക്കാർ വാക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം സർക്കാരിനെ വിശ്വസിച്ചു. പക്ഷെ പൊളിഞ്ഞത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ മരത്തിൻ്റെ DNA വരെ എടുത്ത് ഈ ബെന്നി റിപ്പോർട്ട് കൊടുത്തു. മരത്തിൻ്റെ DNA എടുക്കുന്ന ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ലായിരുന്നു. 64-ന് ശേഷം വെച്ച് പിടിപ്പിച്ച മരങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് തടസ്സമുള്ളത്. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായി. 64 മുമ്പ് പട്ടയം ഉൾപ്പെടുത്തി അങ്ങനത്തെ പ്രശ്നമായിരുന്നു. അല്ല, 64-ന് ശേഷം ഉപയോഗിക്കാം. 64 മുമ്പുള്ള ഉപയോഗിക്കാൻ പറ്റും. അതനുസരിച്ച് ഒരു ഓർഡർ ഉണ്ടാക്കിയായിരുന്നു വന്നത്. പക്ഷേ ഇത്
500 വർഷം വരെ പഴക്കമുള്ള മരം അന്തളിഞ്ഞതോടെ ഇത് പൊളിഞ്ഞു. അത് അതിസമർത്ഥനായ ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ താഴെയും മുകളിലുള്ള ഉദ്യോഗസ്ഥരെ കൂടി അത് നമ്മളെ അതിശയിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. ഇത്രയും റാങ്ക് IPS കാരൻ ഉൾപ്പെടെ താഴോട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് വ്യാജവാർത്തയാണെന്ന് ബോധ്യമായിട്ട് സർക്കാർ ഒരു ചെറു വിരൽ അനക്കിയില്ല. മംഗളപത്രത്തിന്റെ എല്ലാവരും പിടിച്ച് അകത്തിട്ടതാണ്. അത് എന്താ സംഭവിച്ചത് അത് നമ്മൾ പറയുമ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഞാനന്ന് ഈ ചാനലിന്റെ ഇവിടെ ഉണ്ട്, മംഗളത്തിന്റെ ഓർക്കുന്നില്ല, ഞാനുണ്ട്, അത് നിങ്ങളെയൊക്കെ ചർച്ചയ്ക്കൊക്കെ ഞാൻ വിളിച്ചിട്ട്. അപ്പോൾ ആ മംഗളം പത്രത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് നമ്മൾ ആ ഭാഗം ബീപ്പ് ചെയ്യേണ്ട ഭാഗം ബീപ്പ് ചെയ്യാതെ പോയി എന്നുള്ളതാണ് മാത്രമേ അതൊരു പ്രശ്നമുള്ളൂ. അയാൾ ഒരിക്കലും തെറ്റുകാരനല്ല എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. ഇല്ല, അത് ഒറിജിനല്ല, വ്യാജമല്ല. പിന്നെ ഇത് അവതരിപ്പിച്ചതിനകത്തൊരു പ്രശ്നം സംഭവിച്ചു, നിയമപ്രശ്നം സംഭവിച്ചു. അതിന് വാർത്ത അവതരിപ്പിച്ചവരെ ജയിലിലിട്ടു. ആ ജയിലിലിട്ടെന്ന് മാത്രമല്ല വിലങ്ങണിയിച്ചാണ് ഇതുവഴി കൊണ്ടുപോയത്. അത് ഈ ലേഖനം അന്നെന്താ സംഭവിച്ചത്? അന്ന് ഇവിടുത്തെ മറ്റ് ദൃശ്യമാധ്യമങ്ങളെല്ലാം ചേർന്ന് മംഗളത്തെ ആക്കി. കാരണം പേടിച്ച് നമ്മുടെ അന്ന് അവിടെ കയറി ഹാർഡ് ഡിസ്ക് ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇതിന് മുമ്പിൽ ഒരു ബീറ്റ് ഇട്ടിരുന്നു. എല്ലാ ചാനലുകളും ബീറ്റ് ഇട്ടിരിക്കുകയാണ് രാവിലെ തൊട്ട്. എന്തിന് സ്ത്രീ ജേർണലിസ്റ്റുകൾ അടക്കമുള്ളവർ അവിടെ വന്ന് സമരം ചെയ്തു. അതിൻ്റെ മുമ്പിൽ വന്ന് മംഗളത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്തു. പക്ഷെ അത് വരാൻ പോകുന്ന ഒരു വലിയൊരു വിപത്തിൻ്റെ മുന്നോടിയായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ എല്ലായിടത്തും കയറി. മാതൃഭൂമിയുടെ, ഏഷ്യാനെറ്റ്, എല്ലായിടത്തും ഏഷ്യാനെറ്റിനകത്ത് ഇവർ കയറി ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. CPM കയറി ആക്രമിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി ഇവന്മാർ മുമ്പോട്ട് പോകുന്നു. ഇവന്മാർ എന്നിട്ട് ഇടയ്ക്ക് ഇവർ കുറച്ചുപേർ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൂര്യപാർവതി പോകുന്നു. പക്ഷെ അരുൺകുമാർ ഉള്ളിടത്തോളം കാലം ഇതിങ്ങനെ നിലനിർത്താൻ അവർക്ക് പറ്റൂല്ലേ? അതുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ താഴോട്ടിറങ്ങുമ്പോൾ നമ്മുടെ താണ്ടി ലൈനിൽ ഒരു പൈപ്പ് പൊട്ടിയെന്ന് വിചാരിക്കും. അവർക്കത് റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്, ഇതെല്ലാം ഈ ചെറിയ സാധനങ്ങളും എല്ലാം അവർക്ക് ബിഗ് ബ്രേക്കിംഗ് അല്ലാതെ ഒന്നുമില്ല. അതിനകത്ത് എത്ര സത്യം ഉണ്ടെന്ന് നമുക്കറിയാം. അത് പൈപ്പ് പൊട്ടിയുമ്പോൾ ആയിരിക്കത്തില്ല കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന. ഏതൊരു രാത്രിയിൽ ഇവിടെ അടുത്ത് ക്യാമ്പ് നടത്തിയിട്ട് ആ ക്യാമ്പിന് ആളുകൾ വന്ന് ബോംബ് സ്ഫോടനത്തിന്റെ മുന്നോടിയായിട്ടു എന്നായിരിക്കും പറയുന്നത്. അങ്ങനെയൊക്കെ സെൻസേഷണലിസം ഉണ്ടാക്കി അങ്ങനെയാണ് കൊടുത്തത്. അത് പക്ഷേ അതുകൊണ്ട് എന്ത് സംഭവിച്ചേ? ഇപ്പം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലൊരു വിഷയം ഉണ്ടായി. വീണ ജോർജ് ഒരു സ്വാഗത സംഘ രൂപീകരണം നടത്തി. സ്വാഗത സംഘ രൂപീകരണം നടത്തിയപ്പോൾ ആ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ അവർ അധ്യക്ഷ പ്രസംഗം നടത്താൻ നിൽക്കുമ്പോൾ അവിടുത്തെ മുനിസിപ്പൽ മുൻ ചെയർപേഴ്സണായിട്ടുള്ള മുൻ ചെയർമാനും ഇപ്പോൾ UDF പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവായിട്ടുള്ള സുരേഷ് കുമാർ വന്ന് ഇവർ നടത്താൻ പോകുന്ന പൂർത്തിയാകാത്ത നിർമ്മാണങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലനായി. അയാൾ ഭയങ്കര ഇതായിട്ട് പ്രസംഗിച്ച് ഇവർ പൊള്ളത്തരം മൊത്തം പുള്ളി അങ്ങ് പൊളിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ സദസ്സി നിറച്ച് LDF-കാരുണ്ട്, CPM DFI-കാരുണ്ട്. അവർ ഈ സുരേഷിനെ കൂവി വിളിച്ചപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ വരുന്നു വാർത്ത, മന്ത്രിയെ കൂവി വിളിച്ചു എന്നും പറഞ്ഞ് ബ്രേക്കിംഗ് വരുന്നു. മന്ത്രി ഇത് അവിടെ വെച്ച് തന്നെ പൊളിക്കുന്നുണ്ട്. വീണ അവർ പൊളിക്കുന്നു. അന്നേരം അവിടെ നിന്നിട്ട് പുറകേക്ക് നമുക്ക് കേൾക്കാം, അടിയടാ അവനെ ഇപ്പോൾ അടിച്ചേക്കാമെന്ന് പറയാം. റിപ്പോർട്ടറുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞാൽ പ്രവീൺ പുരുഷോത്തമൻ, പ്രവീണിനെ അടിയെന്നാണ് അവിടെ പറഞ്ഞത്. അപ്പം മന്ത്രി അവിടെ നിന്ന് വിലക്കുന്നുണ്ട്, ചെയ്യരുതെന്ന് പറയുന്നു. ഇവരെ ഒരേ സമയം CPM-ന്റെ ആളാണെന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ഈ മന്ത്രി കിട്ടി ഇത് എന്തും ചെയ്യും. അപ്പൊ അതിനകത്ത് പറഞ്ഞു പ്രവീണ കൊടുത്തത് വാർത്ത അങ്ങനെ അല്ലെന്ന് പ്രവീൺ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ആര് കൊടുത്തു? മന്ത്രിയെ കൂവി വിളിച്ചത് CPM-കാർ കൂവി വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലിരിക്കുമ്പോഴാണ് ഇപ്പോൾ അവർക്ക് ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഈ പണി എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. ഒന്ന്, അവരിടയ്ക്ക് ഒരു വലിയ അഭ്യാസം നടത്തിയായിരുന്നു. അവർക്കെതിരെ ഒരു വാർത്തയും കൊടുക്കുന്നു. ബാംഗ്ലൂർ കോടതി കൊണ്ട് കേസ് കൊടുത്തു. കോടതി എല്ലാവരോടും വാർത്ത കൊടുത്തോളാൻ ഉത്തരവിട്ടു. ആദ്യം കോടതിക്ക് കഥയറിയാതെ കോടതി ചെറിയൊരു കൊടുത്തു. അതിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് വാർത്ത അടിച്ചു, നോട്ടീസ് അയച്ചു. അവസാനം കോടതി എല്ലാവരോടും ഏഷ്യാനെറ്റ് തിരിച്ച് കോടതിയിൽ ചെന്ന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി ഈ പിൻവലിക്കാൻ പറഞ്ഞ വാർത്ത മുഴുവൻ എടുത്ത് കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം അതീവ ഗൗരവമാണ്. അതായത് റിപ്പോർട്ടർ ചാനലിനെതിരെ കിറ്റക്സിനെതിരെ എല്ലാവർക്കും എതിരെ വാർത്ത കൊടുക്കുന്ന പോലെ കിറ്റക്സിനെതിരെ വ്യാജ വാർത്ത കൊടുത്തു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട വ്യാജ വാർത്ത എന്ന് പറഞ്ഞ ഈ കിറ്റക്സ് സാബുവിന് വലിയ സാമ്പത്തിക തിരിമറികൾ, നിരവധി അഴിമതി കേസുകൾ, വലിയ പ്രശ്നങ്ങളുണ്ട്. ED പൂട്ടിക്കിട്ടുന്ന അവസ്ഥ വന്നപ്പോഴാണ് BJP-യിലേക്ക് പോയെന്നുള്ളായിരുന്നു സാധനം ചെയ്തത്. ഇതോടുകൂടി അവരതിനെതിരെ 25 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. 100 കോടി നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചു. 25 കോടതിക്ക് പെരുമ്പാവൂർ കോടതിയിൽ കേസ് കൊടുത്തു. പണം കെട്ടിവെച്ച് കേസ് കൊടുത്തു. അപ്പം ഇനിയിപ്പം റിപ്പോർട്ടർ ചാനൽ കേസ് നടത്തിയിട്ട് ED കേസ് കൊണ്ടാണ് ഈ 2020 BJP ചേർന്നത് എന്ന് തെളിയിച്ചില്ലെങ്കിൽ ഈ 25 കോടി കൊടുക്കാൻ ബാധ്യസ്ഥരാകും. മാത്രമല്ല കോടതി അത് വിലക്കില്ല, വാർത്തകൾ ചെയ്യുന്ന കൊടുക്കരുതെന്നും പറഞ്ഞു. അതെല്ലാം പോട്ടെ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് ഏറ്റവും ഗൗരവമുള്ള വിഷയം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ റിപ്പോർട്ടർ ചാനൽ വാസ്തവത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യം.
യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമകൾ എന്ന് പറയുന്ന ഈ 3 സഹോദരന്മാർ, അതെ, ആൻഡ്രൂ അഗസ്റ്റിൻ, അയാൾ പറയുന്നത് മാനേജിംഗ് ഡയറക്ടറാണെന്ന് പറയുന്നു, മറ്റേ റോജി അഗസ്റ്റിൻ ഒരാൾ വൈസ് ചെയർമാനാന്ന് പറഞ്ഞു, ജോസ് കുട്ടി ചെയർമാനാന്ന് പറയുന്നു. ഈ 3 പേരും വ്യാജന്മാരാണ്. കാരണം ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആവണമെങ്കിൽ, ഈ കമ്പനിയുടെ ഉടമസ്ഥരാവണമെങ്കിൽ ഡയറക്ടർ ബോർഡിൽ വരണം. ഡിൻ നമ്പർ ഡിൻ നമ്പർ എല്ലാവർക്കും ഉണ്ട്, ഇവർക്കും കാണും. ഡയറക്ടർ ബോർഡിൽ ഉണ്ടാവണം. അതായത് ഇപ്പം നമ്മുടെ ടൈഡിംഗ് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നതിന് ഡയറക്ടർ ആയതുകൊണ്ടാണ് എനിക്ക് മാനേജിംഗ് ഡയറക്ടർ ആകാൻ പറ്റുന്നത്. അതെ, ആദ്യം ഡയറക്ടർ ആയിട്ട് മാനേജിംഗ് ഡയറക്ടർ ആകത്തുള്ളൂ. അപ്പോൾ ഈ കമ്പനിയിൽ ഡയറക്ടേഴ്സ് അല്ല ഇവർ. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ ഇവർ കമ്പനി ഡയറക്ടർമാരെ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് ഇവർക്ക് നിരവധി കേസുകളുള്ളതുകൊണ്ട് ഇവർക്കൊരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്താനായിട്ട് അനുമതി കിട്ടില്ല. ആഭ്യന്തരമന്ത്രി ക്ലിയറൻസ് കൊടുത്തില്ല. അപ്പൊ അതിന് കണ്ട ഇവരെന്ത് ചെയ്തു? ഇവർ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഇപ്പം ഇൻഡോ ഏഷ്യൻ എന്ന് പേരുള്ള ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. അതെ, നികേഷും ഭാര്യയും ചേർന്നുള്ള ഡയറക്ടർമാരായിട്ടുള്ള. ഈ സാധാരണഗതിക്ക് ഒരു ചാനൽ വാങ്ങുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഡയറക്ടർ ബോർഡിലേക്ക് പുതിയ ആൾക്കാർ കയറും, എന്നിട്ട് പഴയ ഡയറക്ടർമാർ രാജിവെച്ചു പോകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കമ്പനി അവരുടെ കയ്യിൽ. ഇങ്ങനെയാണെങ്കിൽ നിയമപരമാണ്. പക്ഷെ ഇവർ അതിന് അപേക്ഷ കൊടുത്തപ്പോൾ അത് തള്ളി. ഇവരുടെ പേരിൽ ഇഷ്ടംപോലെ കള്ളം കേസുകളുള്ളത് കൊണ്ട്, ഇവരുടെ വെട്ടിപ്പൊക്കെ ഉള്ളത് കാരണം ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഡയറക്ടർ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഇവർക്ക് ഇത് കൊടുത്തില്ല. അതില് ഡയറക്ടർ ഷിപ്പ് കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇവർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തു. മറ്റേ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആർക്കും പറ്റും. ഈ കമ്പനിയിൽ രജിസ്റ്റർ ചെയ്യാൻ ചെന്നപ്പോഴും ഇവർക്ക് പ്രശ്നം ഇവരുടെ കള്ളക്കേസുള്ളത്. കാരണം ഇവരുടെ ബന്ധുക്കൾ, എനിക്കൊന്ന് ഭാര്യമാരുടെ ആരുടെ ആങ്ങളമാരാണ്. ഒരു ജോസും ഒരു മെൽബിൻ ജോസും, ഒരു CV ജോസും ഒരു മെൽബിൻ ജോസും. ഇവർ 2 പേരുമാണ് റിപ്പോർട്ടിംഗ് കമ്പനിയുടെ ഡയറക്ടർമാർ. ഇതിൽ ഇവന്മാരില്ല. അതായത് ഈ പറയുന്ന റിപ്പോർട്ടർ ഉടമസ്ഥാവകാശം എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ഇവന്മാരില്ല. ഈ കമ്പനിയിൽ ഇല്ലാത്ത ഇവർ എങ്ങനെയാണ് ഇതിന് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും വൈസ് ചെയർമാനും? ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ റിപ്പോർട്ടിംഗിന്റെ ലൈസൻസ് ആരുടെ പേരിലാണ്? ഇപ്പോഴും നികേഷും ഭാര്യയും ഡയറക്ടറായിരിക്കുന്ന ഇൻഡോ ഏഷ്യ കമ്പനിയുടെ പേരിലാണ്. ആ കമ്പനിക്കാണ് റിപ്പോർട്ടർ ചാനൽ നടത്താനായിട്ടുള്ള അധികാരം. ഫലത്തിൽ അവരാണ് ഉടമകൾ. ഈ ലൈസൻസ് അവർക്കാണ്. ഇവർ വ്യാജ ഉടമകൾ. അപ്പൊ ഇവർക്ക് ഒരിക്കലും ഇത് ഭയങ്കര നിയമപ്രശ്നമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചാനലോ പത്രമോ നടത്താനായിട്ട് ഉടമസ്ഥാവകാശം കൊടുക്കുന്ന ഒരുപാട് പരിശോധനകളുണ്ട്. അപ്പം ഈ പരിശോധനകൾ ഇല്ലാത്ത ഒരാൾ ഇത് നടത്തിയാൽ നിയമവിരുദ്ധമാണ്. ബിനാമിയാണ്. ഇതിനകത്ത് ബിനാമി ഇടപാടുണ്ട്. ഇത് നിയമവിരുദ്ധമായി ബ്രോഡ്കാസ്റ്റിംഗ് നിയമം ലംഘിച്ചുകൊണ്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ സൈനിങ് അതോറിറ്റി ഒക്കെ ആരാ? യഥാർത്ഥത്തിൽ ഇതെല്ലാം മറ്റൊരാണ്. അതെ, ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങ് ഇത് യഥാർത്ഥത്തിൽ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് നമ്മൾ ഇവർക്കെതിരെ ആരെങ്കിലും നടത്തിയാൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഇവന്മാരാണ്. പക്ഷെ ഇവർ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടത്തില്ല. കാരണം ഇവരതിന് ആരുമല്ല. ജോസും മെൽബിനും ആയിരിക്കും ഈ കമ്പനിയുടെ ഉടമസ്ഥര്. ലൈസൻസിന് മറ്റൊരായ കാരണം സർക്കാർ ശിക്ഷിക്കുന്ന അവരെയാണ്. അപ്പം അവരുടെ പേരിൽ ലൈസൻസ് ഉള്ള ഒരു സാധനം ഇവരുടെയാണെന്ന് പറഞ്ഞ് എങ്ങനെ നടത്താൻ പറ്റും? ഒരിക്കലും ഒരു ലൈസൻസ് അല്ലെങ്കിൽ ലൈസൻസ് രജിസ്റ്റർ ചെയ്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ 24-ന്റെ ഒക്കെ ലൈസൻസിന് ചെറിയ പ്രശ്നമുണ്ട്. അത് മറ്റേ മുരളീധരന്റെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, ജനപ്രിയ. ആ ജനപ്രിയയുടെ ലൈസൻസിലാണ് 24 കൊടുക്കുന്നത്. പക്ഷേ ജനപ്രിയ ലൈസൻസ് നിയമപരമായി 24-ന് കൈമാറിയിട്ടുണ്ട് നടപ്പിലാക്കാൻ. ഇതങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഇത് അവർക്ക് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകളും പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്ന ആൻഡ്രോ സാർ, അതാണല്ലോ എല്ലാവരും വിളിക്കുന്നത്, ആൻഡ്രോ സാറൊക്കെ വ്യാജന്മാരാണ്. അവർക്ക് ഇതിലില്ല. ഈ കാര്യം കണ്ടെത്തിയിട്ട് ഇവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനം തടയണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുന്നു, പരാതി കൊടുക്കുന്നു സാബു. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന വിവരം എന്താണെന്നുള്ളത് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ അനങ്ങിയില്ല. അപ്പൊ ഹൈക്കോടതി പോയി. അപ്പൊ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിന്റെ ലൈസൻസ് നിങ്ങൾ ഹാജരാക്കൂ. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ഇത് കൊടുക്കേണ്ടി വരും. ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ കൊടുക്കണം. ഇത് വരുമ്പോൾ ഇവർക്ക് ഈ ചാനലിൽ ഒരു അവകാശവും ഒരു ബന്ധവുമില്ല. ഇവരുടെ കമ്പനിയൊക്കെ അവർക്ക് ലാഭം ഉണ്ടാക്കാത്ത കാര്യം ബിനാമിയാണ് എന്ന രീതിയിലാവുകയും ഇവന്മാർക്ക് ഇതിന് പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇത് വ്യാജമായ രീതിയിലാണ് ചാനൽ നടത്തുന്നതെങ്കിൽ അതൊരു പക്ഷേ അടച്ചുപൂട്ടേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അല്ല, നോംസ് അനുസരിച്ച് അത് വേണ്ടി വരുമല്ലോ. വേണ്ടി വരും. അതായത് ഈ രാജ്യത്തിന് ഹാനികരമായിട്ടുള്ള കാര്യങ്ങൾ മീഡിയ വണ്ണിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തത് ആണല്ലോ. അപ്പം മീഡിയ വണ്ണിന് പിന്നീട് സംഭവിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ളത് കൊണ്ടാണ് ഇത് നിരോധിക്കണമെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ
ലക്ഷ്യം എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്ര നിർമ്മാണമാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്ന ഈ ചാനൽ പ്രവർത്തിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രമാണ്. ഹൈക്കോടതി അത് വലിയ അപകടമെന്ന് പറഞ്ഞത്. പക്ഷെ സുപ്രീം കോടതി ചെന്നപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി ഉള്ളിടത്തോളം അല്ല, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കൂ. ജമാഅത്ത് ഇസ്ലാമി PFI പോലല്ല. അതേസമയം ഇവിടെ ഒരു സ്ഥാപനം നടത്താനായിട്ടുള്ള ഒരു ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥാപനം നടത്താനുള്ള അടിസ്ഥാനപരമായ യോഗ്യത ഇവർക്കില്ല. ഈ യോഗ്യത ഇല്ലാത്തവർ ബിനാമിയായി ബ്രോഡ്കാസ്റ്റിംഗ് നടത്തുന്നു, നാട്ടുകാർക്കെതിരെ എല്ലാം വിദ്വേഷം കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് വിഷയം മാറാം. ഇവര് വളരെ ഗൗരവമായ ഒരു വിഷയമായി ഇത് മാറാം. കാരണം ഇവന്മാർ വ്യാജന്മാരാണ് എന്ന് ഒന്ന്. രണ്ട്, അതേസമയം കിറ്റക് സാബുവിന്റെ കേസ് ശക്തമായിട്ട് നടത്തും. സാബു വെക്കാൻ വന്ന വലിയ വക്കീലന്മാരെ സാബുവിന് എന്റെ പ്രശ്നം. അതെ, ഇവന്മാർ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ലാഭത്തിൽ പോകുന്ന ഒരു സ്ഥാപന ഉടമയ്ക്ക് കേസ് നടത്താനൊരു പ്രയാസമില്ല, ഒന്നുമില്ല. ഇപ്പൊ നമ്മളെ ഈ കുരുക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? നമ്മുടെ സ്ഥാപനം ലാഭത്തിലാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടം ആർക്കാ? കേസ് നമ്മുടെ മേൽ കൊടുക്കുമ്പോൾ സർക്കാരിനാണ്. അതെ, സർക്കാർ. കാരണം നമ്മുടെ ലാഭം കുറയും. കാരണം നമ്മൾ കിട്ടുന്ന വരുമാനത്തിലേക്ക് നമ്മൾ കേസ് നടത്തിപ്പിടെ മാറ്റുമ്പോൾ കേസ് നടത്തിപ്പിന് വരുന്ന എത്ര കോടി ആയാലും ആ കേസ് നമ്മുടെ ചെലവിൽ വരുമ്പോൾ നമ്മുടെ ലാഭത്തിൽ നിന്ന് ഇത്രയും പണം അങ്ങ് പോകും. അപ്പൊ സർക്കാർ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് കുറഞ്ഞു പോകും. ഇവർ മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇപ്പൊ നമുക്കൊരു 1.5 കോടി രൂപ ഒരു വർഷം ലീഗൽ കോസ്റ്റ് എന്ന് കരുതുക. ഈ 1.5 കോടി രൂപ നമ്മൾ ലീഗൽ കോസ്റ്റിന് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ മൊത്തം ചെലവിന്റെ അകത്ത് 1.5 കോടി കൊണ്ട് വരും. അതിനു മുകളിൽ നമ്മുടെ ലാഭമായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാഭം അടയ്ക്കേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത് കുറച്ചായിരിക്കും. അതേസമയം ഇങ്ങനെ കേസില്ലെങ്കിൽ ഈ 1.5 കോടി കൊണ്ട് നമ്മുടെ ലാഭത്തിൽ വരും. അപ്പം നമ്മൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി ലാഭത്തിൽ പോകുന്ന ഒരു കമ്പനിക്കെതിരെ കേസ് വന്നാൽ കമ്പനിക്ക് ഒരു നഷ്ടമല്ല, നഷ്ടം സർക്കാരിനാണ്. കാരണം കമ്പനിയുടെ കയ്യിൽ നിന്ന് കേസ് നടത്താനുള്ള കാശുണ്ട്, കമ്പനി അത് നടത്തി മുന്നോട്ട് പോകും. ആ കേസ് ചെലവായിട്ട് എഴുതി വെക്കും. അതെ, ഇതിനകത്ത് ചെലവ്, ഞങ്ങൾ കേസ് നടത്തുന്നതുകൊണ്ടാണോ ചെലവ്? അത് തന്നെയാണ് ഇവിടെയും. റിപ്പോർട്ടർ ചാനലിന് അവരുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ, അതായത് കിറ്റക്സ് ഗാർമെന്റ്സിന്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിൽ ഇവർ വാർത്ത കൊടുത്തു. കിറ്റക്സ് ഗാർമെന്റ്സ് കേസ് കൊടുക്കുന്നു. അവന്റെ കിറ്റക്സ് സാബുവിന്റെ കമ്പനിയുടെ ലാഭം ഇച്ചിരി കുറയുന്നുള്ളൂ. ആ ലാഭം കൊടുത്ത് അവർ ചെലവാക്കുക, സർക്കാരിന് നഷ്ടം വരുമെന്നുള്ളൂ. അത് മാത്രമല്ല, വല്ലാത്ത കുരുക്കിലാണ് പെട്ടിരിക്കുന്നത്. 25 കോടി രൂപ ഞാൻ ഒരിക്കലും ആരും ചെയ്യാറില്ല. ഇവർ 100 കോടി ചോദിച്ചാലും 25 കോടിയൊന്നും ആരും നഷ്ടപരിഹാരം ചോദിക്കാറില്ല. ഇവർ 25 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചു. അതിന്റെ തുക 10% മൊത്തം വേണ്ട, ആദ്യം 1% മതി. അടുത്ത ഘട്ടത്തിൽ വിചാരണത്തിൽ. പക്ഷെ നല്ല വക്കീലിനെ വെച്ച് കേസ് പെട്ടെന്ന് അവർ നടത്തും. കേസ് നടത്തുമ്പം ഈ 25 ഇവരെങ്ങനെയാ തെളിയിക്കേണ്ടത്? ഇവര് പറയണം ED ഭയന്നാണ് ഈ 2020 കയറി. ഇവരെങ്ങനെ പ്രൂവ് ചെയ്യും? തെളിവ് വിടുന്നുണ്ടല്ലോ അവർ. ഇവരെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് ED എല്ലാവർക്കും നോട്ടീസ് കൊടുക്കും. ആദ്യം എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. അതെ, EDയെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ്. ഒരു പരാതി ഒരാൾക്കെതിരെ കിട്ടുന്നു, അയാൾ ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു കേസുണ്ട്, അങ്ങനെയാണെങ്കിൽ ED നോട്ടീസ് അയക്കും. ഈ നോട്ടീസ് കൊടുത്താൽ നമ്മൾ കൊണ്ട് രേഖകൾ ഹാജരാക്കിയാൽ കഴിഞ്ഞു. അപ്പൊ അതോടെ കഴിഞ്ഞു കാണും. അത് ED ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും അങ്ങനെയുള്ള ഏജൻസികളുടെ ഒക്കെ പണി ഇതൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. പരിശോധിക്കുന്നു, ക്ലീൻ ഷീറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് EDയുടെ മാത്രം ഇവരത് മാത്രമല്ല പറഞ്ഞേ, ഇവരെന്തോ PF അടച്ചില്ല, അത് അടച്ചില്ല, മറ്റതാണ് പിഴമൊന്നും കുറേ കള്ളക്കഥകൾ. ഈ കള്ളക്കഥകളൊക്കെ തെളിയിക്കാൻ അവർക്ക് കഴിയത്തില്ലെങ്കിൽ 25 കോടി കെട്ടിവെക്കേണ്ടി വരും. ഇവർ 24 എന്തോ കേസുണ്ടല്ലോ, 24 ഇവർക്കെതിരെ എന്തോ കേസ് കൊടുത്തിട്ടുണ്ട്. അത് മറ്റേ ബാർക്ക് റേറ്റിംഗിന്റെ കേസ്. പക്ഷെ ആ ബാർക്ക് റേറ്റിംഗിന്റെ കേസില് പിന്നെ ഒന്നും കേൾക്കാനില്ല. മാത്രമല്ല ഇവരുടെ മാർക്ക് റേറ്റിംഗ് കുറഞ്ഞില്ല, 24 കുറയുകയും ചെയ്തു. അതാണ് ഇവര് കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. എന്നാണേലും ഈ ഇപ്പം ആ കൂട്ടത്തിൽ ലൈസൻസിനെ ബാധിക്കുന്നിടത്തിലേക്ക് ഇത് മാറുകയാണ്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടതും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 24 റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഈ ചാനലിൽ നാടിനൊരു പൊതുശല്യമായി മാറിയിരിക്കുകയായിരുന്നു. അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി പോയാൽ തീരാവുന്ന ഒരു സ്ഥാപനം, അത് തീർന്നു, അത്രേ ഉള്ളൂ. അതിപ്പം അരുൺകുമാർ എന്ന ഒരൊറ്റ വ്യക്തിയുണ്ട്. പക്ഷെ അയാളുടെ വർത്തമാനം അങ്ങനൊന്നുമില്ല. എനിക്ക് ഇത്രയും കാലം കിട്ടി, ഞാൻ ഇത്ര കാലം കൊണ്ട് ഞാൻ 2ാമതെത്തി, ഞാൻ ഇനി ഇച്ചിരി കഴിഞ്ഞാൽ ഞാൻ 1ാമതെത്തി, എല്ലാം വിചാരിക്കുന്ന ആരും അയാളുടെ മിടുക്കാനാണ് കരുതുന്നത്. അയാളുടെ കമ്പനി പോലും അല്ല നോക്കണം. ഇയാൾ ഹാർഡ് വർക്ക്, ഇയാൾക്ക് ചായ കുടിക്കാൻ പോലും ഇയാൾ പുറത്ത് പോകുന്നില്ല, ഫുൾ ടൈം അയാൾ സമ്മതിക്കുന്നു. അയാളെ സമ്മതിക്കുന്ന ശ്രീകണ്ഠൻ നായരെ സമ്മതിക്കും. 2 പേരെയും ഹാർഡ് വർക്കിന്റെ കാര്യത്തിൽ സമ്മതിച്ചാൽ മതിയാവും. അവർ രണ്ടും കൂടെ ചേർന്നാണ് 24 ബുക്ക് എടുത്തത്. അതെ, അങ്ങനെയാണ് 24 വന്നത്. ആ 24 നിന്ന് ഈ ശ്രീകണ്ഠൻ നായരുടെ കഴിവും തന്ത്രവുമാണ് വാസ്തവത്തിൽ ഇവൻ അടിച്ചു മാറ്റിയത്, ഈ അരുൺകുമാർ. ശ്രീകണ്ഠൻ നായരുടെ ഐഡിയ ആണ് വാസ്തവത്തിൽ ഈ പുതിയ ജേർണലിസം. ആ ജേർണലിസത്തിൽ നിന്നാണ് ഇവൻ അവിടുന്ന് പഠിച്ചിട്ടാണ്, ഇവൻ മിടുക്കനാണ്,
ഈ റിപ്പോർട്ടറിൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ പണം മുടക്കി ചെയ്തത്. പക്ഷേ അരുൺ പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീരും. റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാരണം അരുണിൻ്റെ മാത്രം മഹത്വത്തിൽ തുടരുന്നതാണ്. ആ മാധുവൊക്കെ എന്തിനോടാ പോയി? ഞാൻ മാധുവിനോട് പറഞ്ഞതാണ് ഈ പണിക്ക് നിൽക്കരുതെന്ന്. കാരണം പോയി ചേർന്നു. കാരണം എത്ര കാലം ഇതൊക്കെ ഉണ്ടാവും അറിയാൻ പറ്റും. ജിമ്മി ജെയിംസ് ഒക്കെ പോയിട്ടുണ്ട്. ജിമ്മി ജെയിംസ് വിട്ടുപോയി. ജിമ്മി ജെയിംസ് പോയി. അത് ഏറ്റവും അവസാനം ഇപ്പൊ ഏഷ്യാനെറ്റ് വന്ന ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ജീവനും കൊണ്ട് ഓടിയതാണെന്ന് തോന്നുന്നു. ജിമ്മി ജീവനും അല്ല, പിന്നെ മീഡിയ പണി പോകും. ഞാൻ പറഞ്ഞത് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ മീഡിയ പണി പോയി. കെ പി ഉമ്മറിന്റെ ഒന്നും അടുത്തുനിന്ന് ബാലങ്കേതാരെ അടുത്തോട്ട് പോയി. അല്ല, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മീഡിയ വൺ പോലൊരു ചാനലിൽ പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിവൃത്തിയില്ലാതെ വരണമെന്ന്. ഇത് മാത്രമല്ല, ജിമ്മി എടുത്തതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പ്രമോദരാമൻ അയാളും മിക്കവാറും പറഞ്ഞു വിടാറായി കാണും. അവർക്ക് എപ്പോഴും ഒരു അമുസ്ലിം മുഖം വേണം. അതെപ്പോഴും അങ്ങനെയാണ്. ആദ്യം അവര് തുടങ്ങിയപ്പോഴും അങ്ങനെയാണ്. തോമസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, CL തോമസ്. അപ്പൊ ഇത് വലിയ അവസ്ഥയായിരിക്കും, വലിയ കഷ്ടമായിരിക്കും അവിടുത്തെ ജോലി. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഒരു അവസാനിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. അതിനുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നന്ദി.